നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ പറയും, അല്ലെങ്കിൽ നമ്മൾ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരൊരു പെക്യൂലിയർ ക്യാരക്ടറാണെന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ നമ്മൾ അവരെ കൊണ്ടിടും. അപ്പോൾ ഇവരുടെ ഒരു ഇതിൽ ചില മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നതാണ് ശരി, ഇവർ ചെയ്യുന്നതാണ് ശരി, ഇവർക്ക് വേറെ ഒരു ഒരു പരുന്തും പറക്കാൻ പാടില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ ഇവരാരെങ്കിലും ഓൾട്ടർ ചെയ്യും, ഫാമിലിയിൽ നിന്ന് തന്നെ അങ്ങനത്തെ ഒരു ഒരു ഓൾട്ടറിങ് ഉണ്ടായെന്ന് വിചാരിക്കുക. ഇവരെ ഓൾട്ടർ ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും കാരണങ്ങൾക്ക് വേണ്ടി ഇവരെ ടൈം ചെയ്യാൻ ശ്രമിക്കുന്നു, ഇവരൊന്ന് സ്ലൈറ്റ്ലി ഇവരെ ക്യാരക്ടർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊരു ഓവറോൾ ഗുഡിന് വേണ്ടിയിട്ടാണ് പല പ്രാക്ടിക്കൽ സിനാരിയോസിലും ഈ ഒരു ക്യാരക്ടർ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ എന്താ ശ്രമിച്ചു കഴിഞ്ഞാൽ ചില മനുഷ്യർ വിചാരിക്കുന്നത് അവർ ലൈഫിൽ ഫെയിലിയർ ആയി എന്നുള്ളതാണ്. അവർക്ക് ഈ ഒരു ചേഞ്ചുമായിട്ട് ഒരിക്കലും ഒരു അഡ്ജസ്റ്റ് ചെയ്യാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആർക്ക് പോർട്രേ ചെയ്യുന്ന സിനിമയാണ് അങ്കമാൾ. അപ്പോൾ അങ്കമാൾ എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീ, അവരൊരു വളരെ കുറച്ച് വയസ്സായിട്ടുള്ള സ്ത്രീയാണ്. അവരിതുപോലെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം താല്പര്യത്തിന് എല്ലാം സ്വയം ഇഷ്ടത്തിന് ചെയ്തിട്ട് ആരെയും കൂസാണ്ട് ജീവിക്കുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ ഇതുപോലൊരു ഓൾട്ടറിങ്, അവരുടെ ഒരു മകൻ്റെ കല്യാണമായിട്ട്, അവരുടെ മകൻ അവരുടെ ഒരു വീക്ക്നെസ്സാണ്, രണ്ടാമത്തെ മകൻ. അവരുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ലൈഫിൽ ചില ഒരു ചേഞ്ചസൊക്കെ അവർ ഇത്രയും കാലം കൊണ്ടു നടന്ന ജീവിതത്തിൽ കുറച്ച് ചേഞ്ചസൊക്കെ കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വരാണ്. അപ്പോൾ അവർ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, അത് അവരിലുണ്ടാക്കുന്നൊരു ഒരു മെൻ്റൽ കോൺഫ്ലിക്ട്സ് എന്താണ്, അതവർ പുറത്തേക്ക് കാണിക്കുന്നുണ്ടോ, ഇതിൻ്റെ എൻഡിൽ അവരെന്താണ് ചെയ്യുന്നത്, ഇത് അക്സെപ്റ്റൻസിലേക്ക് വരുന്ന സാഹചര്യമാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ എൻഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി കൂടി ആലോചിക്കും. ഇത് അങ്കമാൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്കമാൾ വേറൊരു ഒരു കുറച്ച് ഒരു ചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ജീവിക്കോ ഇല്ലേ, അല്ലെങ്കിൽ അങ്കമാൾ എന്ത് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സിനിമയുടെ എൻഡ് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ വിപിൻ രാധാകൃഷ്ണൻ കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വേറൊരു എൻഡിലേക്കും പോസിബിലിറ്റി ഇല്ല, അങ്ങനെ ഈ ഒരു എൻഡ് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഈ സിനിമയുടെ പോർട്രേയിൽ അവസാനമായപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, ഇതിന് പോസിബിളി വേറൊരു എൻഡ് കൊണ്ടുവരാനില്ല എന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നും. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ പിന്നെ ഗീത കൈലാസം എന്ന് പറഞ്ഞ നമ്മളുടെ തമിഴ് ആക്ട്രസ്. ഒരുപാട് സിനിമകൾ നമ്മളവരെ കണ്ടിട്ട് നല്ലൊരു ആക്ട്രസ്സാണ്, ഓൾറെഡി പ്രൂവൺ ആണ്. നല്ല രീതിയിൽ ഈ ക്യാരക്ടറിനെ കംപ്ലീറ്റ് ഈ ക്യാരക്ടറിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ പെർസോണ അവർ ശരിക്കും സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സക്സസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ഈ സിനിമയുടെ ഗീതാ കൈലാസമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ ഒന്നും ഈ സിനിമയിൽ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ക്യാരക്ടറിൻ്റെ ഒരു ജേണിയാണ് ഈ അങ്കമാൾ എന്ന് പറഞ്ഞ സിനിമ. ഒരുപാട് ഫെസ്റ്റിവൽസിലൊക്കെ പോയി അവാർഡ്സൊക്കെ കിട്ടിയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ പ്രൈമിൽ ഈ സിനിമ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, ഇതൊരു മസ്റ്റ് വാച്ച് സിനിമയാണ്.